ഞാൻ ഇപ്പൊ 8 മാസം ഗർഭിണിയാണ്. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ നിങ്ങളുടെ അമ്മയുടെ വാക്കും കേട്ട് എന്നെ ഉപേക്ഷിച്ചല്ലോ. ഞാൻ എന്തായാലും നിങ്ങളെ ശപിക്കൂല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ ഇതുവരെ പുറലോകം കാണാണ്ട് ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതിന്റെ ശാപം നിങ്ങളുടെ കുടുംബത്തിന്റെ തലയ്ക്ക് മേലത് മാറില്ല. ഞാൻ ഈ മക്കളെ ആയിട്ട് നക്കാപ്പിച്ച പൈസ കൊണ്ടാ ജീവിക്കുന്നത്. അതിന്റെ ഇടയിൽ നിങ്ങൾ 50,000 കൂടി ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? കടം വാങ്ങി തന്നിട്ട് ഞാൻ തന്നെ വീട്ടണ്ടേ? ഹലോ, കൂടപ്പറപ്പാന്ന് പറഞ്ഞിട്ടെന്താ ഒക്കെ കാണിച്ചോരല്ലാത്തോല. ട്രെയിൻ ഇപ്പൊ ഞാൻ ട്രെയിനിൽ കയറാൻ നിൽക്കാം. കെൻറ്റി പരിചയമാണെങ്കിൽ അവിടെ ആരെങ്കിലും ഡെപ്പിക്ക്, അവിടെ 15 രൂപ കൊടുത്ത് ആരെങ്കിലും ഏൽപ്പിക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. അവിടെ അതും പൊട്ടി. നഷ്ടമൊന്നും പറയാതിരിക്കുന്ന ഏറ്റവും നല്ല തന്നെ. ഫുള്ള് നഷ്ടമാണ്. അതല്ല പ്രശ്നം, ആധാരം പണയം വെച്ചാണ് ലോൺ എടുത്തത്. വീട്ടിലാണ് അറിയത്തില്ല. ഈ ട്രെയിനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് ചാടി ചത്താലോ ആലോചിക്കുക. എടി, ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിച്ചെന്താ കാര്യോ? ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ല, പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ തിരിച്ചു വരുന്ന വരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നോ. വീട്ടിൽ നിന്ന് വൈഫാ. ഞാൻ അല്ലെങ്കിലും ഒക്കെ ഭയങ്കര ടെൻഷനാ. എന്ത് ചെറിയ കാര്യത്തിന് ഞാൻ വേണം? ഇത് ചെറിയൊരു ഇലക്ട്രിസിറ്റിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിലും ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യോ അല്ലേ? ടെൻഷൻ മാറാൻ എന്തെങ്കിലും വഴി ഉണ്ടോ ബ്രോ? ലൈഫ് ഒന്നല്ലേ ഉള്ളൂ ബ്രോ. ടെൻഷൻ അടിച്ചപ്പോ പ്രശ്നം തീരുന്നില്ലല്ലോ. തീരുവോ? എല്ലടോ, നിങ്ങൾക്ക് എന്താ പരിപാടി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല.